വക്കീലിന്റെ വീട്ടിൽ റെയ്ഡ് നടന്ന വിവരം വിൻസെന്റ് വിളിച്ച് പറയുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായി. ഇല്ലായിരുന്നെങ്കിലോ? ദാറ്റ് ബലറാം ഇസ് എ ഡെയർ ഡെവിൾ. മുൻപും പിൻപും നോക്കാത്ത പ്രകൃതമാണ് മനുഷ്യന്. കംപ്ലീറ്റ് റെക്കോർഡ്സിനെ ഏൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നേരെ കൊണ്ട് തന്നു. ഇനിയെങ്കിലും ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കും. ഇയാളുടെ കാര്യപ്രാപ്തി വിൻസെന്റിന് ചന്ദ്രാജിക്കും ബോധ്യമായില്ല. അത് കുമാർ സാർ പറയുന്നത് പോലെ ഞാൻ നടക്കണ വക്കീല് കോടിക്കണക്കിന് രൂപയുടെ തിരിമറിയ. അത് രൂപ പണയം വെച്ച മറ്റുള്ളവർ പലതും മറക്കുന്നത്. കൂട്ടത്തിൽ 5-6 വർഷം കടലാസ് ഒതുക്കി വെക്കാൻ ത്രാണിയില്ലാത്ത ഇയാളുടെ ന്യായപ്രസംഗമൊന്നും കേൾക്കണ്ട. എന്നെ കുരുതി കൊടുക്കാൻ നീ അന്യനോടുക്കുന്ന വാതിൽ തുറന്നു കൊടുത്തില്ലേ? ആണുങ്ങളില്ലാത്ത വീട്ടിൽ കടക്കരുതെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു. ഇവിടെ നല്ല ഫയലും റെക്കോർഡ് എടുത്തുകൊണ്ട് പോകുന്നത് നീ നോക്കിയിരുന്നില്ലേ? സെർച്ച് വാറന്റായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ കടന്നു വരുമ്പോ പിന്നെ പരവതാനി എനിക്ക് താലപ്പൊലി എടുത്ത് സ്വീകരിക്കാമായിരുന്നു. അറ്റ്ലീസ്റ്റ് നീ എനിക്കൊന്ന് ഫോൺ ചെയ്തു. പലതവണ ശ്രമിച്ചതാ, കിട്ടണ്ടേ? കിട്ടില്ല. വന്നത് പോലീസ് ഓഫീസർ മാത്രമല്ലല്ലോ, കാമുകനല്ലേ? അനാവശ്യം പറയരുത്. അനാവശ്യം. ഈ വീട്ടിൽ ഫയലും റെക്കോർഡും മാത്രമല്ല, നിന്നെയും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഞാനില്ലാത്തപ്പോൾ അവൻ ഇനിയും കടന്നു വന്നാൽ നീ അതിനും വാല് തുറന്നു കൊടുക്കുമല്ലോ. അതെ, തുറന്നു കൊടുക്കും. എന്താണ് നീ പറഞ്ഞത്? ഇനി തൊട്ടുപോയത് തന്നെ. എന്താ നിങ്ങൾ കരുതിയത്? എന്നും കാൽക്കയിലിട്ട് ചവിട്ടി അരയ്ക്കാമെന്നോ? സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിച്ചു. ഇനി വയ്യ. തരം കെട്ടിയാൽ അന്യപുരുഷന് വാതിൽ തുറന്നു കൊടുക്കുന്നവളാണ് സ്വന്തം ഭാര്യ എന്ന് കരുതുന്ന നിങ്ങൾ. ആളാണെങ്കിൽ എന്നെ അടച്ചിറക്കണം. അതിനുള്ള നട്ടല് നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങാം. മതി, മനസ്സില്ല. എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ മടുത്തു. ഹലോ, ഇസ് ഇറ്റ് ഹോങ്കോങ് 6261-657? ഐ എം സത്യരാജ് ഹിയർ. 2 ദിവസമായി ട്രൈ ചെയ്യുന്നു. 10 ദിവസത്തിനായി ഞാൻ പുറപ്പെടും. സിലോൺ വരെ കപ്പലില്ല, അവിടുന്ന് ഫ്ലൈറ്റിൽ. വേണ്ട ഏർപ്പാടുകൾ ഇവർ ചെയ്തിട്ടുണ്ട്. കൊളംബോ അക്കൗണ്ടിലേക്ക് $10,000 ഉടനെ ട്രാൻസ്ഫർ ചെയ്യണം. ബാക്കിയൊക്കെ ഞാനവിടെ വന്നിട്ട്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ ഇതായിരുന്നുവല്ലേ ഉദ്ദേശം? രക്ഷപ്പെടുന്നത് വരെ സുരക്ഷിതമായൊരു താവളം, ഈ വീട് ഒരു മറ. അതെ, അല്ലാതെ എന്താ കരുതിയത്? കാലാകാലം നിങ്ങളുടെ ഉപ്പും ചോറും നിങ്ങളുടെ കൂടണമെന്ന്. നോക്ക്, ചെയ്യാൻ കഴിയുമെന്ന് പരിപൂർണ്ണ വിശ്വാസമുള്ള കാര്യങ്ങളെ സത്യരാജ് ഏറ്റെടുക്കാറുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ട് നടക്കാം. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാനത് ചെയ്തിരിക്കും. അതിൽ ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഈ സംശയം ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ഇറ്റ്.